ഞാൻ പറഞ്ഞതാ അത്ര ശമ്പളം ഇല്ലായിരുന്നു യഥാർത്ഥത്തിൽ. അതിലും കൂടുതലുണ്ടായിരുന്നു ശമ്പളം. അർജുന് ശമ്പളം ഉണ്ടായിരുന്നു. 75,000 മിനിമം ശമ്പളം ഉള്ളതാണ്. ഇതൊക്കെ സമയം എനിക്കൊപ്പം ചേരുന്നുണ്ട്. മനാഫ് എനിക്കൊപ്പം തന്നെയുണ്ട്. ഇപ്പം ഞാൻ സൂചിപ്പിച്ചു, താങ്കളോട് ചോദിക്കുകയും ചെയ്തതാണ് വൈകിട്ട്. യൂട്യൂബ് ചാനൽ നിർമ്മിച്ചു. അർജുൻ്റെ ഈ കണ്ടെത്തലുമായി ബന്ധപ്പെട്ട് ചില മുതലെടുപ്പുകൾ നടത്തി വൈകാരികതയെ വരെ കച്ചവടമാക്കിയെന്ന ആരോപണമാണ് അർജുൻ്റെ കുടുംബം, താങ്കൾ ശ്രദ്ധിച്ചു കാണും, നടത്തിയത്. എന്താണ് കുടുംബത്തോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ആരോപണങ്ങൾക്കുള്ള മറുപടി എന്താണ്? ഞാൻ ഈ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ഒരു ചെറിയൊരു ഫംഗ്ഷനിലേനും എൻ്റെ ഒരു സംഘടന ഉണ്ട്, ആ സംഘടനൻ്റെ ഒരു ഫംഗ്ഷനിലേനും ഞാൻ ഒരുപാട് മാസമായിട്ട് എൻ്റെ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു സംഘടനയാണിത്. നമ്മളെ എല്ലാ വിഷയത്തിലും DNA നമ്മളെ ചേർത്ത് പിടിച്ചൊരു പരിപാടിയാണ്. അപ്പം ഞാൻ ഭയങ്കര പ്രൗഡ് മൂമെൻ്റാണ് എനിക്ക് ഈ സമയം ഉണ്ടായിന്. ആ സമയത്താണ് ഇങ്ങനൊരു ആരോപണം ഞാൻ കേൾക്കുന്നത്. സത്യത്തിൽ ഞാൻ ഒന്നും അറിയില്ല, എൻ്റെ മൊബൈലിൽ സ്വിച്ച് ഓഫ് ആയി കിടക്കുകയാണ്. ഞാനൊന്ന് കേട്ടിട്ട് വൃത്തിയായിട്ട് പ്രതികരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ എൻ്റെ ഫാമിലി, അതായത് അർജുൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി ആയിട്ടാണ് ഞാൻ ഇന്നും. ഇനി എത്ര കല്ലെറിഞ്ഞാലും എത്ര ഇതാക്കിയാലും അത് എൻ്റെ ഫാമിലിയാണ്. ഞാൻ ആ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളും. ഇതുവരെ നിലകൊണ്ടിരിക്കണ്. ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എന്ത് ആരോപണം ഉണ്ടായാലും നമ്മൾ ചെറിയ തെറ്റിദ്ധാരണകളാവാനാ ചാൻസ്. വേറെ ആരൊക്കെ വഴി തെറ്റിച്ച് വിട്ടതായിരിക്കും അവരെ. ഞാൻ അവരെ ചേർത്ത് പിടിക്കും. ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നേരത്തെ താങ്കൾ സംസാരിച്ച പോലെ തന്നെ അതിനകത്ത് പ്രതികരണങ്ങളും വരണമല്ലോ. തെറ്റിദ്ധരിപ്പിച്ചതാണെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറുകയും വേണം. കാരണം താങ്കൾ അർജുൻ അന്യനല്ല, ആ കുടുംബവും ഇതുവരെ താങ്കൾക്ക് അന്യനല്ല. പക്ഷേ അവരുടെ പ്രതികരണങ്ങൾ സംബന്ധിച്ച് അവർക്ക് ചില വിഷമങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവർ ചില കാര്യങ്ങൾ താങ്കളോട് പറയുകയുമാണ്. യൂട്യൂബ് ചാനലുകൾ അങ്ങനെ നിർമ്മിച്ചത് ഇത്തരത്തിലുള്ള ഒരു വ്യൂസ് കൂട്ടാൻ വേണ്ടി, ഒന്ന്. രണ്ട്, അവരുടെ വൈകാരികത, പ്രത്യേകിച്ച് അർജുൻ്റെ മകനെ 4ാം മകനായി താങ്കൾ വളർത്തുമെന്നൊക്കെ പറഞ്ഞ കാര്യം അവർക്ക് കുടുംബത്തിനെ വിഷമിപ്പിച്ചു എന്നടക്കം പറഞ്ഞു. ഒപ്പം തന്നെ അർജുൻ ലോറിയുടെ പേരിടുന്ന, അതായത് അർജുൻ്റെ പേര് താങ്കൾ ലോറിക്കിടുന്നതിൽ നിന്ന് പിന്മാറണം, താങ്കൾ ഇനിയും ഫണ്ട് വാങ്ങിച്ചു, പണം വാങ്ങിച്ചു എന്നൊരു ആരോപണം ഗുരുതരമായി ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഇനിയും പണം വാങ്ങിക്കുകയാണെങ്കിൽ നിയമപരമായി അതിനെ നേരിടുമെന്ന് കൂടി പറയുമ്പോൾ താങ്കൾക്ക് മറുപടിയോ അല്ലെങ്കിൽ അവരോട് എന്താണ് പറയാനുള്ളത് കൂടി വ്യക്തമാണ്. അല്ല, ഞാൻ തീർച്ചയായിട്ടും ഞാൻ ആരോടും പണം 5 പൈസ വാങ്ങില്ല. എൻ്റെ സ്വത്തുക്കളൊക്കെ വിൽക്കുക എന്നല്ലാതെ ഞാൻ ഒരു പൈസ ആരോടും വാങ്ങില്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അന്വേഷിക്കാം, എൻ്റെ ഏത് അക്കൗണ്ട് വേണമെങ്കിലും നോക്കാം. ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും പണം, എൻ്റെ പണങ്ങൾ തീരുക എന്നല്ലാതെ ഞാൻ എൻ്റെ ജീവിത സമ്പാദ്യം മുഴുവൻ ഈ ഒരു വിഷയത്തിനും വേണ്ടി ചിലവാക്കി. ജോലിയിൽ ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ എൻ്റെ കുടുംബം ശ്രദ്ധിച്ചില്ല. ഞാൻ അങ്ങനെ ചെയ്ത ആളാണ്. ഞാൻ ഒരിക്കലും ഒരു ഉറുപ്പ്യ ഒരാളോടും വാങ്ങിയിട്ടില്ല. ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയങ്ങൾക്ക് പ്രശ്നമുണ്ടായി? താങ്കൾ ഫോൺ വിളിക്കുമ്പോൾ പോലും, താങ്കളെ വിളിക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ, ശിരൂരിലെ കാര്യങ്ങൾ അറിയാൻ വിളിക്കുമ്പോൾ, കൃഷ്ണപ്രിയ വിളിക്കുമ്പോൾ പോലും ഫോൺ എടുത്തില്ല എന്നൊരു കാര്യവും കൂടി പറഞ്ഞു. ഒരു കാര്യം, എനിക്ക് എൻ്റെ കയ്യിൽ കൃഷ്ണപ്രിയൻ്റെ നമ്പറില്ല. ഞാൻ അത്ര ഒരു നിർബന്ധമുള്ളതെന്ന് വിചാരിച്ചില്ല. തെറ്റ് എൻ്റെ അടുത്തേക്കും. ഇനി വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ അതിപ്പോൾ ഒരു വലിയൊരു ആരോപണമാക്കിയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. മേ ബി ഞാൻ പല മൂഡിലേനും, ഞാൻ പല മാനസികാവസ്ഥയിലും പല രൂപത്തിലും പല ഈ സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിയിട്ടും എന്നെക്കൊണ്ട് ചെയ്യണമാതിരി. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഞാൻ ഫോൺ എടുക്കാൻ മറന്നുപോയോ ഞാൻ അറിയില്ല. എനിക്ക് ഓരോരു ഫോൺ എടുക്കാതെക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ പരാതി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കുടുംബത്തോട് കാർവാർ MLA സതീഷ് സെയിലും, ഒപ്പം തന്നെ നാരായണ അവിടുത്തെ SP യും. താങ്കൾക്ക് അവിടെ അവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായോ? എന്താണ് അത് മനസ്സിലാക്കുന്നത്? അതെന്താണ് അവർ പറയാൻ കാരണം? ഞാൻ ആ ഭരണകൂടത്തിനെ ഇളക്കി മറിച്ചിരിക്കണം. തീർച്ചയായിട്ടും എന്നോട് ശത്രുത ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ശത്രുത ഉണ്ടെങ്കിൽ ഞാൻ അതിനെ നേരിടുകയും ചെയ്യും. നേരിട്ട് ശീലമുള്ള ആളാണ് ഞാൻ. അതൊന്നും അങ്ങനെ ഭയപ്പെട്ടു പോകുന്നില്ല. അതൊക്കെ ഒരു വലിയ, ഇവരെന്നെ സംരക്ഷിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. നല്ല കാര്യമല്ലേ? ഒരേട്ടനല്ലേ, സംരക്ഷിക്കണമല്ലോ. നല്ല കാര്യം ചെയ്തത്. ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ പറഞ്ഞു. ഇവിടുന്ന് അന്വേഷിക്കാൻ അവിടെ ആൾ പോകുന്നു. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെ കാണാൻ നാം പോകുന്നതിൽ, അല്ലെങ്കിൽ ആക്ഷൻ കമ്മിറ്റി രൂപത്തിൽ അങ്ങനെ പ്രശ്നമുണ്ടാക്കി പോകുന്നത് കുടുംബത്തിന് യോജിപ്പില്ലായിരുന്നു. അപ്പോൾ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ജിതിനെ കൃത്യമായി അറിയിച്ചില്ലേ, ജിതി നിങ്ങളോട് വന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടു. ജിതിൻ്റെ ആരോപണങ്ങൾക്ക് എന്താ മറുപടി ഉള്ളത്? ഇല്ല, ആക്ഷൻ കമ്മിറ്റിയൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. ഒരു ദുരന്തം നടക്കുമ്പോൾ, ഒരാളെ കാണാതാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ കമ്മിറ്റി വേണം. കാരണം ആളെ കണ്ടെത്തണമല്ലോ. കണ്ടെത്താനിപ്പം സാധാരണ വീട് വിട്ട് ഇറങ്ങിപ്പോയ ആളുകൾക്ക് വരെ ഇവിടെ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുന്ന ഒരു കാലത്ത് ഒരുപാട് കാലമായിട്ട് കാണാതായിട്ടും എന്താ പറയുക, അതിന് ഒരു വൃത്തിയായിട്ടുള്ള ഒരു ഉത്തരം തരാത്ത ഒരു സ്ഥിതിക്ക്
നമ്മളൊരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി. അത് ട്രേഡ് യൂണിയനുകൾ കൂടിയിട്ടുണ്ടാക്കിയ ഒരു ആക്ഷൻ കമ്മിറ്റിയാണ്. ആ ആക്ഷൻ കമ്മിറ്റി വളരെയധികം നല്ല പ്രവർത്തനമാണ് ചെയ്തത്. ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ഇവർക്ക് ഓരോട് എന്താ ബുദ്ധിമുട്ട് എന്നുള്ളത് എനിക്കറിയില്ല. അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ആക്ഷൻ കമ്മിറ്റിയാണ് ശരിക്കും പറയേണ്ടത്. എൻ്റെ ഭാഗത്തുനിന്ന് ആക്ഷൻ കമ്മിറ്റി നല്ല ജോലിയാണ് ചെയ്ത്. ആക്ഷൻ കമ്മിറ്റിനെ ഞാൻ നെഞ്ചോട് ചേർത്ത് വെക്കും. നന്ദി പറഞ്ഞാൽ തീരാത്ത നന്ദി അവരോടുണ്ട്. ആദ്യഘട്ടത്തിലെ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട ചില അനിശ്ചിതത്വങ്ങൾ നിൽക്കുന്നു, സംസ്ഥാനങ്ങൾ തമ്മിൽ ചില ആശയവിനിമയങ്ങൾ നടത്തുന്നതിലുള്ള വിഷയങ്ങൾ. ഇപ്പോൾ അതുമായി ചേർത്ത് നിർത്തി കുടുംബം കൂടി കാര്യങ്ങൾ പറയുമ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു ആരൊക്കെ പിറകിലുണ്ട്, ആരൊക്കെ പിറകിൽ അവരെ ഇത് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു. അതിനകത്തൊരു വ്യക്തത വരുത്താമോ? പ്രേക്ഷകർക്ക് മനസ്സിലാവും. എനിക്കറിയില്ല. എനിക്ക് നല്ല അറിയണമാണല്ലോ. ഞാൻ ഇപ്പം ഇത്ര കൊല്ലം ഇപ്പം ഇത്ര കാലം കൊണ്ട് നിരന്തരം എന്നായിട്ട് ബന്ധപ്പെടുന്നതാണ്. എനിക്ക് എൻ്റെ അമ്മ ആയിട്ടാണ്. ആ അമ്മ എനിക്ക് ഒരുപാട് ധൈര്യങ്ങളും തന്നാണ്. ഞാൻ ഓരോ പ്രാവശ്യവും മനസ്സ് തളരുമ്പോൾ എൻ്റെ കൂടെ നിന്ന് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് തളരാതെ പിടിച്ചു നിർത്തിയത് എൻ്റെ അമ്മയും ബാക്കിയുള്ളവരും എല്ലാവരും കൂടിയിട്ട് ഒരു വലിയൊരു ആശ്വാസമായിരുന്നു. അപ്പം ഞാൻ അർജുൻ്റെ മകനെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകുന്നല്ലോ പറഞ്ഞു. ഞാൻ ഉണ്ട് ഓരോ കൂടെ. എന്ത് പ്രയാസം വരുമ്പോഴും ഞാൻ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട്. അത്രേ ഉള്ളൂ ഇതിൽ. ഒരു കാര്യം കൂടി ഇപ്പോൾ ചോദിച്ചോട്ടെ. ഈ അർജുൻ്റെ ലോറിയും അർജുനെ കണ്ടെത്തുന്ന സമയത്ത് താങ്കൾ മനോരമ ന്യൂസിനടക്കം നൽകിയ ഷെഡ്യൂളിൽ വെച്ച് നൽകിയ പ്രതികരണത്തിൽ പറഞ്ഞത് എനിക്ക് ആ ലോറി വേണ്ട, എനിക്കതിൽ തടി വേണ്ട, അർജുനെ കണ്ടെത്താനാണ്. അവനെ കണ്ടെത്തി അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഞാൻ പൂർത്തീകരിച്ചിവിടെ പോവുകയാണെന്ന്. അത് സമൂഹ മുഴുവൻ അംഗീകരിച്ചതാണ്, മലയാളികൾ മുഴുവൻ അത് കേട്ടതാണ്. താങ്കൾക്ക് അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിട്ടും ഈ വാക്കുകൾ കുടുംബം മുഖവിലേക്ക് എടുക്കാത്ത നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കാരണം അവരുടെ പ്രതികരണങ്ങൾ വൈകിട്ട് കാണുമ്പോൾ അങ്ങനെയാണ്. എന്തായിരിക്കും അങ്ങനെ അവരത് താങ്കളെ അവിശ്വസിച്ചതിൻ്റെ കാരണമായി മനസ്സിലാക്കുന്നത്? അറിയില്ല എന്താ ഓരങ്ങനെ പറഞ്ഞത് എന്നുള്ളത്. അല്ല, ഞാൻ എന്തെങ്കിലും പ്രതികരിച്ചത് എൻ്റെ മനപ്രയാസങ്ങളാണ് അവിടെ ഞാൻ വ്യക്തമാക്കിയിട്ടുള്ളൂ. എൻ്റെ ഫാമിലി അനുഭവിച്ചത്, എനിക്കൊരുപാട് കുറ്റങ്ങളുണ്ടായിന്. എൻ്റെ മതത്തിനായിക്കോട്ടെ, എൻ്റെ അധ്യാപകർക്കായിക്കോട്ടെ, അങ്ങനെയുള്ള കുറ്റങ്ങളും ഞാൻ ചെയ്ത ജോലിയും എൻ്റെ മറ്റുള്ള സ്റ്റാഫുകൾക്ക് വരെ എന്താവുകയാണ് അത് പ്രയാസപ്പെടും. കാരണം ഒരു ചന്ദന കൊള്ളക്കാരൻ്റെ കൂടെ ജോലി ചെയ്യുക എന്നുള്ള ഒരു പ്രയാസമായിരിക്കുമല്ലോ. ആരോപണങ്ങൾ എനിക്ക് പുത്തരിയല്ല, ഞാൻ കുറേ കേൾക്കണ. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഇതും കൂടി ആയാലും ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ അതിനൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തത വരുത്തി. കാരണം അർജുൻ എന്ത് സംഭവിച്ചു എന്നുള്ള അതിൻ്റെ കേരളത്തിൻ്റെ ചോദ്യം, അതിന് നമ്മൾ ഉത്തരം കണ്ടെത്തിയല്ലോ. ആ ലോറി അവിടെ ഗംഗാവലി പോയതിൻ്റെ അടുത്ത് ഞാൻ വെട്ടിപ്പൊളിച്ചിട്ട് വെച്ചിക്കണ്. ആർക്ക് വേണമെങ്കിൽ തരാം എന്തെങ്കിലും അതിലുണ്ടോ എന്നുള്ളത്. ഇതൊക്കെ ഇപ്പോൾ ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ ഫാമിലിയാണ്. നമ്മൾ ഫാമിലി മാറ്ററിൽ ഇപ്പം ഒരു വിവാദത്തിൻ്റെ ആവശ്യമില്ല. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇത് 75,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നു അർജുനൻ, താങ്കൾ പറഞ്ഞു. അത് ശരിയായിരുന്നു? തീർച്ചയായിട്ടും അതൊക്കെ ശരി തന്നെ, ഒന്നും കള്ളത്തരല്ല. പിന്നെ അത് മാത്രമല്ല, അങ്ങനെ പറയുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. ഞാൻ ഇതിൻ്റെ ദീർഘവീക്ഷണത്തിലുള്ള കാര്യമാണ് പറയുന്നത്. ഇതൊരു കേസോ കാര്യമോ ആവുമല്ലോ. അതായത് അർജുന് നമ്മൾ ഇൻഷുറൻസ് വാങ്ങിക്കൊടുക്കണം. 2 കാര്യമാണ് ഇൻഷുറൻസ് മെയിനായിട്ട് നോക്കുക. ഒന്ന്, ആ മരണപ്പെട്ട ആളുടെ ഏജ് എത്ര ഉണ്ട്. രണ്ടാമത് ആ ആളുടെ ഇൻകം കൂടുതലുണ്ട്. ഇൻകം കൂടുതലും ഏജ് കുറവാണെങ്കിൽ അത്യാവശ്യം മോശമില്ലാത്തൊരു ഇൻഷുറൻസ് കിട്ടും. ആ ഒരു ഉദ്ദേശത്തിൽ ഞാൻ പറഞ്ഞതാണ്. അത്ര ശമ്പളം ഇല്ലായിരുന്നു യഥാർത്ഥത്തിൽ? അതിലും കൂടുതലുണ്ടായിരുന്നു ശമ്പളം. അർജുന് ശമ്പളം ഉണ്ടായിരുന്നു. 75,000 മിനിമം ശമ്പളം ഉള്ളതാണ്. ഇതൊന്നും ഒരു പ്രശ്നമുള്ള, ഇതൊന്നും വിവാദമാക്കേണ്ട വിഷയമില്ല. നമ്മളന്ന് ഫസ്റ്റ് ദിവസം സംസാരിച്ചപ്പോൾ ഈ തിരച്ചിലിന് തുടക്ക സമയത്ത് ഫോൺ ബെല്ലടിച്ചു എന്ന് പറയുന്നു. അപ്പോൾ തന്നെ എഞ്ചിൻ സ്റ്റാർട്ടായി ബെൻസിൽ നിന്ന് ഒരു അറിയിപ്പ് ലഭിച്ചൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ഞാനിത് കഴിഞ്ഞ വിഷയമാണ്. ഇനി ഇത് സ്റ്റാർട്ടായോ ഓടിച്ചു പോയോ ഒന്നും അതുമായി ബന്ധപ്പെട്ട കുടുംബം അത് ഞാനൊന്ന് ആദ്യം കേൾക്കട്ടെ ഭായി. ഞാനൊന്ന് കേട്ടോ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോഴോ അത് ഒരു വ്യക്തത വരുത്താൻ വേണ്ടി ചോദിച്ചു. എനിക്കറിയില്ല. ഞാൻ ഇതിനെ പറ്റിയിട്ട് ഫുള്ളായിട്ട് നോക്കട്ടെ. ഞാൻ ഇപ്പം നിങ്ങൾക്ക് മാക്സിമം നിങ്ങളെ ഈ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ. ഫോൺ ബെല്ലടിച്ചു അല്ലെങ്കിൽ എഞ്ചിൻ സ്റ്റാർട്ടായി എന്ന് പറഞ്ഞപ്പോഴാണല്ലോ നമ്മൾ കരയിൽ തിരച്ചിൽ നടത്തിയത്. അത് സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ വരുന്നു. താങ്കളെ വ്യക്തിപരമായിട്ട് ചോദിച്ചതല്ല. ഒരു കാര്യം ചെയ്യുന്ന